നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കുകയാണ്. നമ്മൾ ഡോക്ടർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ രാജകുമാരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ രാജേഷ് മുളയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ വാക്സിനേഷനെ കുറിച്ചൊക്കെ പറയാമോ? നമ്മുടെ പഞ്ചായത്തിലെ തെരുവോട്ടികൾക്കുള്ള വാക്സിനേഷൻ നമ്മൾ പൂർത്തീകരിച്ച് നമ്മൾ കോട്ടയത്തു നിന്നുള്ളൊരു ടീമിനെയാണ് നമ്മൾ ചുമതലപ്പെടുത്തിയത്. ആ ടീം ഇവിടെ വന്ന് വളരെ ഭംഗിയായിട്ട് വന്ന് നമ്മൾ നടക്കുന്ന തെരുവുനായ്ക്കളെല്ലാം പിടിച്ച് അവരുടെ വാഹനത്തിൽ കയറ്റി വാക്സിനേഷൻ പൂർത്തീകരിച്ച് ഇറക്കി വിട്ടിട്ടുള്ളതാണ്. പക്ഷേ നമുക്കറിയാം സമീപ പ്രദേശത്തെല്ലാം ഓരോ ദിവസം പുതിയ നായ്ക്കളെല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതാണ് ഈ പ്രശ്നത്തെ പരിഹാരം. നമുക്ക് എന്തായാലും തെരുവുനായ്ക്കളുടെ ശല്യം നമ്മൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുമായിട്ടുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജകുമാരി പഞ്ചായത്തിൽ തെരുവ് നായ്ക്കൾക്കുള്ള വാക്സിനേഷൻ്റെ നടപടികളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ സമീപത്തുള്ള മറ്റ് പഞ്ചായത്ത് അധികാരികൾ ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിൽ നിന്നുള്ള നായ്ക്കളാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പോൾ ഈ നായയുടെ ദേഹത്തൊന്നും വാക്സിനേഷൻ എടുത്തതിൻ്റെ അടയാളങ്ങളൊന്നുമില്ല. അപ്പോൾ രാജകുമാരി പഞ്ചായത്തിലെ വാക്സിനേഷൻ എടുത്ത നായകളുടെ ദേഹത്ത് അടയാളങ്ങളുണ്ട്. എന്താ പെയിൻറ്റ് മാർക്കല്ലേ? പെയിൻറ്റ് മാർക്കുണ്ട്. ഈ നായയുടെ ദേഹത്ത് പെയിൻറ്റ് മാർക്കില്ല. അപ്പോൾ സമീപത്തെ പഞ്ചായത്തുകളിലുള്ള നായ്ക്കളെ കടന്നു വന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ സമീപത്തുള്ള രാജാക്കാട്, സേനാപതി, അതേപോലെ ശാന്തൻപാറ, ചിന്നക്കനാല് ഈ പഞ്ചായത്തുകളിലുള്ള ഭരണസമിതി ഈ കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഡോക്ടർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഈ നായയെ ഇവിടുന്ന് തൂക്കിയെടുത്ത് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ മൃഗ ഡോക്ടർ വന്നിരിക്കുകയാണ്. ഇന്നലെ രാവിലെ 5:30 ഒരു ലോറി ഉണ്ടായിരുന്നു ഇവിടെ. അവിടെ അതിൻ്റെ അടിയിലാണ് കിടന്നത്. ലോറി ഇന്ന് കാലത്ത് എടുത്തുകൊണ്ട് പോയതാണ്. ഞാൻ വെള്ളം കൊടുത്തായിരുന്നു. ഇന്നലെയും കൊടുത്ത് ഇന്നും കൊടുത്തായിരുന്നു. ഇല്ലില്ല, വെള്ളം മാത്രമേ. ഇന്നലെ ഉച്ചവരെ വെള്ളം കുടിച്ചില്ല. ഒരു 10 മണിയൊക്കെ ആയപ്പോൾ വെള്ളം കുടിച്ചത്. അല്ലേ കടിച്ചോ? ഇതിനൊക്കെ ആക്കിയാൽ മതി. തൊട്ടോ? ഇല്ലല്ലോ. ഗ്ലൗസ് വേറെ ഇട്ടില്ലേ? അതിന് നടുവ് ഒടിഞ്ഞതാണോ? എവിടെ? കൈക്ക് ഫ്രാക്ചർ അല്ലേ? നട്ടലിന് അടിയിട്ടിട്ടുണ്ട് അല്ലേ? കിടന്ന ആ കിടക്കടേ അവിടെ. അതിനത് അത് പരാക്രമം കാണിക്കും. അങ്ങനെ കാണിച്ചാൽ എവിടെ ഇഞ്ചക്ഷൻ ചെയ്യുന്ന എവിടെ? അപ്പോൾ കാര്യം ചെയ്താലോ രാജേ, എങ്ങനെ ഒന്ന് അത് അറ്റാക്ക് ചെയ്യാത്ത രീതിയിലേ ചവിട്ടി പിടിക്കടാ. ചവിട്ടി പിടിച്ചാൽ നല്ലത്. കുഴപ്പമുണ്ടാക്കിയില്ല. അവിടെയൊക്കെ മരച്ചിരിക്കുമായിരിക്കുമോ? പെയിൻ കില്ലറാ. പിടിച്ചോണേ.
ബഹളമില്ല അല്ലേ? അതങ്ങനെ ആദ്യം പിടിച്ചു കഴിഞ്ഞപ്പോഴേ അതാണ് പറ്റിയതല്ലേ. മരച്ചിരിക്കുവാണോ? അതാ റിയാക്ഷൻ മരപ്പൊക്കെ മാറി. ഇപ്പം ഇത്ര ഇപ്പോൾ 35 മണിക്കൂറായില്ല അങ്ങനെയാണെങ്കിൽ. ഇപ്പോൾ പറയുന്ന 35 മണിക്കൂറായില്ല. ഷെൽട്ടറിലേക്ക് മാറ്റുകയാണ്. ഡോക്ടറാണ്. അപ്പം അരുണിത് അറിയിച്ചപ്പോൾ മുതൽ തന്നെ ഡോക്ടറെ പെട്ടെന്ന് വിളിച്ചു. നമ്മുടെ പഞ്ചായത്തിലെ റെസ്ക്യൂ ടീമിനെ വിളിച്ചു വരുത്തി. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് അതിന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിന് മെഡിസിൻ കൊടുത്തു. ഇനി വേണ്ടുന്ന ഫുഡെല്ലാം കൊടുത്ത് നമ്മൾ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുവാണ്. പഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ള ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി അതിനെ പരിപാലിക്കും. അപ്പോൾ അതിനകത്ത് ഇന്ന് വൈകുന്നേരം നമ്മുടെ ഡോക്ടറുടെ മോണിറ്ററിംഗ് ഉണ്ടാകും. നമുക്ക് പരമാവധി അതിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാവുന്നതാണ് കേട്ടോ. ഡോക്ടർ രാജകുമാരി വെറ്റിനറി ഹോസ്പിറ്റൽ. പേരെങ്ങനെ? രാഹുൽ. അപ്പോൾ ഇനിയും ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പഞ്ചായത്ത് മെമ്പറെ അല്ലെങ്കിൽ നമ്മുടെ രാജകുമാരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ രാജേഷ് മൂലയിലാണ് പഞ്ചായത്ത് അധികാരികളെ അറിയിക്കുക. നടപടികളൊക്കെ തുടർന്നുണ്ടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.